നമസ്കാരം. അപ്പോ നമ്മളിന്ന് ഓഗസ്റ്റ് 2024 കേരളത്തിലെ ചില പ്രധാന സംഭവവികാസങ്ങളിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. തീർച്ചയായും അപ്പൊ നമുക്ക് സാമ്പത്തിക രംഗത്ത് നിന്ന് തന്നെ തുടങ്ങാമല്ലേ? തുടങ്ങാം. ഈ ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ട് ഒരു പുതിയ ബില്ല് വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ഗിഗ് വർക്കേഴ്സ് ബിൽ 2024. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഏകദേശം 2 ലക്ഷത്തോളം തൊഴിലാളികൾ അവർക്കിതിന്റെ പ്രയോജനം കിട്ടും. അതെ, അവരെ ജീവനക്കാരായിട്ട് പരിഗണിച്ച് രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് അതൊക്കെ നിർബന്ധമാക്കാനാണ് ഉദ്ദേശം. ശരിയാണ്. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ ഇതൊരു വലിയ ചുവടുവെപ്പാണ്, പ്രത്യേകിച്ചും സാമൂഹിക സുരക്ഷയുടെ കാര്യത്തിൽ. നിങ്ങൾ പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ പോളിസി മാറ്റങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അതോടൊപ്പം സംരംഭകത്വം കൂട്ടാനും താലൂക്ക് തലത്തിൽ നിക്ഷേപ സഹായ സെല്ലുകൾ വരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 12,000 കോടിയുടെ നിക്ഷേപം, 2.6 ലക്ഷം പുതിയ സംരംഭങ്ങൾ. അതൊക്കെ നല്ല സൂചനകളാണ്. പിന്നെ ആ ജില്ലാതലത്തിലെ സംരംഭകത്വ സൂചിക, അതും പുതിയൊരു കാര്യമാണ്. അതെ, അത് രാജ്യത്ത് തന്നെ ആദ്യമാണ്. ഓരോ ജില്ലയെയും താരതമ്യം ചെയ്യാനും പിന്നോക്കം നിൽക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ഇത് സഹായിക്കും. അതൊരു പോളിസി ടൂളായിട്ട് വരും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും ഡിജിറ്റൽ മുന്നേറ്റം കാണുന്നുണ്ട്. എന്റെ ഭൂമി പോർട്ടൽ വഴി രേഖകളിൽ പ്ലോട്ടിന്റെ ഡിജിറ്റൽ സ്കെച്ച്. അത് ഭൂമി ഇടപാടുകൾക്ക് കൂടുതൽ കൃത്യതയും സുതാര്യതയും നൽകും. കൃഷിയിലും യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. SMAM പദ്ധതി വഴി സബ്സിഡിയുണ്ട്, 60-40 എന്ന റേഷ്യോയിൽ. ശരി. അതുപോലെ ടൂറിസം രംഗത്തും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ, വാട്ടർ അതോറിറ്റിയുടെയൊക്കെ കെട്ടിടങ്ങൾ ഉപയോഗിച്ച് വരുമാനം കൂട്ടാൻ. ഏകദേശം 20 കോടിയോളം രൂപയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതെ. പിന്നെ ടെക്നോ പാർക്കിലെ IT കയറ്റുമതിയിലുണ്ടായ വളർച്ച, 14% വർധനവ്. അതും സാമ്പത്തികമായി നല്ലൊരു കാര്യമാണ്. പിന്നെ റബ്ബർ കയറ്റുമതിക്ക് ജിയോ ടാഗിംഗ് വരുന്നു, യൂറോപ്പിലേക്കുള്ള കയറ്റുമതിക്ക്. അത് യൂറോപ്യൻ യൂണിയന്റെ പുതിയൊരു നിയമം കാരണമാണ്. വനനശീകരണം നടന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിബന്ധന. അതിന്റെ ഭാഗമാണ് ഈ ജിയോ ടാഗിംഗ്. അന്താരാഷ്ട്ര വ്യാപാരത്തിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായും. ഇനി നമുക്ക് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരാം. പരിസ്ഥിതിയും ദുരന്ത നിവാരണവും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ജൂലൈ 30 നടന്നത് വലിയൊരു ദുരന്തമായിരുന്നല്ലോ അത്. അതെ, വളരെ ദാരുണമായ സംഭവം. 420-ലധികം പേരാണ് മരിച്ചത്. ഇത് കേരളം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ വാർഷിക ശരാശരി മഴ ഏകദേശം 2,900 മില്ലിമീറ്ററാണ്. പക്ഷേ 2018 അത് 3,500 മില്ലിമീറ്ററൊക്കെ ആയിരുന്നു. തീവ്രമഴ കൂടുന്നു. ഇതിന്റെ വ്യാപ്തി കാണിക്കുന്ന ചില കണക്കുകളുണ്ടല്ലോ. ഉണ്ട്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ NCESSന്റെ കണക്ക് പ്രകാരം 2015 തൊട്ട് 22 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നടന്ന ഉരുൾപൊട്ടലുകളിൽ ഏതാണ്ട് 60%, അതായത് 2,239 എണ്ണം കേരളത്തിലായിരുന്നു. അത്രയധികമോ? അതെ. പശ്ചിമഘട്ടത്തിലെ വലിയൊരു ഭാഗം, 1,848 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അതീവ ദുർബലമാണ്. ഇതിൽ തന്നെ ഇടുക്കിയുടെ 74%, വയനാടിന്റെ 50% വരും. ഭയപ്പെടുത്തുന്ന കണക്കുകളാണല്ലോ. ഒരു മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴ പെയ്യുന്ന മേഘവിസ്ഫോടനത്തിന്റെ സാധ്യത വരെ പറയുന്നുണ്ട്. ഇത് ഗൗരവമായി കാണണം. അപ്പോ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും പ്രധാനമാണ്. ഏകദേശം 9,993 ചതുരശ്ര കിലോമീറ്റർ, 12 ജില്ലകളിലായി. ശരിയാണ്. അവിടെ വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ് ചോദ്യം. അതിനാണ് കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയൊക്കെ നിയമിച്ചത്. അവരുടെ റിപ്പോർട്ടും പ്രധാനമാകും. ദുരന്തമുഖത്ത് ആ ബെയിലി പാലം ഉപയോഗിച്ചതൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ. ഓർക്കുന്നുണ്ട്. ഇനി സാമൂഹിക, ആരോഗ്യ, വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നാലോ? ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. അത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്കൂൾ സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കുന്നത്, ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നത്, പ്രീ സ്കൂളിൽ 25, മറ്റു ക്ലാസുകളിൽ 35, ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറിയുമായി ലയിപ്പിക്കുന്നത്. അതെ, +2 വരെ ഒരേ സ്കൂൾ സംവിധാനം, പിന്നെ 8ാം ക്ലാസ് മുതൽ മിനിമം മാർക്ക്, സ്കൂൾ രാഷ്ട്രീയം, അങ്ങനെ പല നിർദ്ദേശങ്ങളുമുണ്ട്. ഇവയൊക്കെ എങ്ങനെ പ്രായോഗികമാക്കും എന്നത് കണ്ടറിയണം. ആരോഗ്യരംഗത്ത് കുറെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കായകൽപ്പ് അവാർഡുകൾ, ശുചിത്വത്തിനൊക്കെ. ജില്ലാതലത്തിലെ പൊന്നാനി W1C ആശുപത്രിക്ക് 1ാം സ്ഥാനം കിട്ടി.
ആർദ്രം കേരളം പുരസ്കാരങ്ങളുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനും എറണാകുളം ജില്ലാ പഞ്ചായത്തിനുമൊക്കെ അംഗീകാരം ലഭിച്ചു. പിന്നെ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ ആ പുതിയ ചികിത്സാരീതി CAR-T സെൽ തെറാപ്പി. അത് വളരെ പ്രധാനപ്പെട്ടൊരു മുന്നേറ്റമാണ്. രക്താർബുദ ചികിത്സയിലെ രോഗിയുടെ തന്നെ പ്രതിരോധ കോശങ്ങളെ അതിന് ജനിതകമായി മാറ്റം വരുത്തി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതി. പാർശ്വഫലങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്. ശ്രീചിത്രയുടെ RNA ഐസൊലേഷൻ കിറ്റ്, RT-PCR കിറ്റ്, അതിന്റെ സാങ്കേതികവിദ്യ കൈമാറുന്നതും നല്ല കാര്യല്ലേ? ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങൾക്കതൊരു മുതൽക്കൂട്ടാവും. തീർച്ചയായും. ആരോഗ്യരംഗത്തെ സ്വാശ്രയത്വത്തിന് അത് സഹായിക്കും. കുട്ടികളിലെ ഇന്റർനെറ്റ് അഡിക്ഷൻ കുറയ്ക്കാൻ DDAD പ്രോഗ്രാം 385 കുട്ടികളെ സഹായിച്ചു എന്ന് പറയുന്നു. അതുപോലെ വയോജനങ്ങൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന വയോമധുരം പദ്ധതിയും തുടർന്നുമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് വന്നാൽ ജെൻ റോബോട്ടിക്സ് വികസിപ്പിച്ച വിൽബർ റോബോട്ട് കനാലുകൾ വൃത്തിയാക്കാൻ. അതെ, അതൊരു പ്രാദേശിക ഇന്നൊവേഷനാണ്. അപകടകരമായ സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് പകരം റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൃഷിവകുപ്പിന്റെ കതിർ ആപ്പ് വഴി കർഷകർക്ക് പല സേവനങ്ങളും കിട്ടും. പദ്ധതികൾക്ക് അപേക്ഷിക്കാം. മണ്ണ് പരിശോധന റിപ്പോർട്ട്, വിദഗ്ധോപദേശം, കാലാവസ്ഥാ വിവരം, അങ്ങനെ പലതും ഒരിടത്ത്. കൃഷി സമൃദ്ധി പദ്ധതിയും നടപ്പാക്കുന്നുണ്ട് വിപണനത്തിനായിട്ട്. ഉണ്ട് 107 പഞ്ചായത്തുകളിൽ. അതോടൊപ്പം പുതിയ കാർഷിക ഇനങ്ങൾ, കുള്ളൻ തെങ്ങായ കൽപ്പസുവർണ, വലിയ തേങ്ങയുള്ള കൽപ്പശതാബ്ദി, പുതിയ കൊക്കോ ഇനങ്ങൾ, അതൊക്കെ കാർഷിക രംഗത്തെ മുന്നേറ്റങ്ങളാണ്. ബഹിരാകാശ രംഗത്തും ഒരു മലയാളി സാന്നിധ്യം ശ്രദ്ധേയമായി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല, ആക്സിയം 4 ദൗത്യത്തിൽ. അതെ, അദ്ദേഹത്തിന്റെ അനുഭവം ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് തീർച്ചയായും പ്രയോജനം ചെയ്യും. ഇനി സാംസ്കാരിക വ്യക്തിഗത നേട്ടങ്ങളിലേക്ക് നോക്കിയാൽ കൊല്ലവർഷം 1200 വയസ്സു പൂർത്തിയാക്കി. അതൊരു ചരിത്രപരമായ കാര്യം തന്നെ. ശരിയാണ്, ഒരു നാഴികക്കല്ലാണ്. പിന്നെ നമ്മുടെ ഹോക്കി താരം PR ശ്രീജേഷ് വിരമിച്ചു. ഇപ്പോൾ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ ചീഫ് കോച്ചാണ്. 2 ഒളിമ്പിക് മെഡൽ നേടിയ ഏക മലയാളി. വലിയൊരു നേട്ടമാണത്. സാഹിത്യത്തിൽ T പത്മനാഭന് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം ലഭിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ആട്ടം മികച്ച സിനിമയായി. അപ്പോ ഓഗസ്റ്റ് മാസം നോക്കുമ്പോൾ കേരളം പല കാര്യങ്ങളിലും വളരെ സജീവമായിരുന്നു എന്ന് കാണാം. പുതിയ നയങ്ങൾ വരുന്നു, സാങ്കേതിക വിദ്യയിലും മുന്നേറ്റമുണ്ട്. അതേസമയം പാരിസ്ഥിതികമായ വലിയ വെല്ലുവിളികളും നേരിടുന്നു. സാമൂഹികമായ ഇടപെടലുകളും നടക്കുന്നുണ്ട്. തീർച്ചയായും. ഈ ഓരോ സംഭവവികാസവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇവയെല്ലാം ചേർന്ന് കേരളത്തിന്റെ ഭാവി എങ്ങനെയാവുമെന്നൊക്കെ ചിന്തിക്കുന്നത്, അത് നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പിനും പൊതുവായ അറിവിനും വളരെ പ്രധാനമാണ്. ശരിയാണ്. അപ്പൊ ഈ വിവരങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു ധാരണയുണ്ടാക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനം ഈ വികസന ആവശ്യങ്ങളും പാരിസ്ഥിതിക സുസ്ഥിരതയും പിന്നെ സാമൂഹിക നീതിയും, ഇവയെല്ലാം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ചോദ്യമാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നാളെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരുപക്ഷെ ഏറ്റവും സങ്കീർണമായ ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും ഇത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.